ഹായ് ഓൾ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജിൻ്റെ പാർട്ട് 2 ആണ്. ആവറേജിൻ്റെ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ ആവറേജിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ആവറേജ് എന്നൊരു പോർഷനിൽ നിന്ന് വരുവാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഫോർമുലാസും അതിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇന്ന് ആവറേജിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. സോ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറുണ്ട്. ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് മാർക്ക് ബേസ് ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പം അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറെൻറ്റ് മാർക്സ് ഇൻ മോർ ദാൻ വൺ സബ്ജക്ട് ബേസ്ഡ്, മോർ ദാൻ വൺ സ്റ്റുഡൻസ് ആൻഡ് ഡിഫറെൻറ്റ് മാർക്ക് ബേസ്ഡ്, പിന്നെ സെർട്ടൈൻ നമ്പർ മാർക്സ് തന്നിരിക്കും, അതിനകത്ത് നിന്ന് എമോങ് ദം ആവറേജ് ഓഫ് സെർട്ടൈൻ മാർക്സും തന്നിരിക്കും, സം മാർക്ക് പ്രസൻറ്റ് ആൻഡ് റിമൈനിങ് മാർക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി നമ്മൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മാർക്കിനെ ബേസ് ചെയ്ത് ഒരു ആവറേജിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആവറേജ് മാർക്ക് ഓഫ് എ ബി സി ഈസ് 55. അതായത് എ ബി സി എന്ന് പറയുന്ന 3 ആൾക്കാരുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 55 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ടോട്ടൽ സം, അതായത് ടോട്ടൽ സം ഓഫ് സം മാർക്സ് ഓഫ് ദീസ് 3 പേഴ്സൺ, ടോട്ടൽ സം ബൈ എത്ര പേരുണ്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എ ബി സിയുടെ ടോട്ടൽ മാർക്ക് ഈ ആവറേജ് നമ്പറും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അതായത് നമുക്ക് പറയാം ടോട്ടൽ മാർക്സ് ഓഫ് എ ബി സിയുടെ ടോട്ടൽ മാർക്സ് നമുക്ക് എങ്ങനെ പറയാം? ഓക്കെ, അതായത് ആവറേജ് തന്നിട്ടുണ്ട് എന്താണ്? 55 ആണ്. ഈ നമ്പർ എത്രയാണ്? 3 ആൾക്കാരാണ്. അപ്പോൾ 55 × 3 ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ 3 പേരുടെയും ടോട്ടൽ മാർക്സ് കിട്ടും. അതായത് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 165 മാർക്സ് ആണ് ഇവരുടെ 3 പേരുടെയും ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് തന്നിട്ടുള്ള എന്താണ്? ബി സി ഡിയുടെ ആവറേജ് മാർക്ക് 60. അതിനകത്ത് നിന്നും അവരുടെ നമുക്ക് എന്താണ് ടോട്ടൽ മാർക്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബി സി ഡിയുടെ ടോട്ടൽ മാർക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ്? 60 × 3, അതായത് എന്ത് കിട്ടിയടാ? 180 മാർക്സ് കിട്ടിയില്ലേ? 180 മാർക്സ് കിട്ടി. ഇനി നമുക്ക് ഇപ്പം ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അതായത് ഈ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 165 എന്നുള്ളതിനെ ഇക്വേഷൻ 1 എന്നും ബി പ്ലസ് സി പ്ലസ് ഡി എന്നുള്ളതിനെ 180 എന്നുള്ളതിനെ എന്താണ്? ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് വിളിച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ 2ഉം 1ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, 2വിൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഈ ബിയും ക്യാൻസൽ ആവും, സിയും ക്യാൻസൽ ആവും. അതായത് നമുക്ക് കിട്ടും ഡി മൈനസ് എ ഈക്വൽ ടു 180 മൈനസ് 165, 180 മൈനസ് 165, അതായത് നമുക്ക് 15 എന്ന് കിട്ടി. ഡി മൈനസ് എ എന്താന്ന് കിട്ടി? 15. അതിനെ ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഇനി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? സം ഓഫ് മാർക്സ് ഓഫ് ഡി ആൻഡ് എ ഈസ് 65. അതായത് ഡിയും എയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? 65 ആണ് വരുന്നത്. അതിനെ ഞാൻ ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എടാ ഈ ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ഒന്ന് സോൾവ് ചെയ്താൽ, ഇക്വേഷൻ 3ഉം 4ഉം കൂടെ സോൾവ് ചെയ്താൽ, അതായത് ഒന്നെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ആഡ് ചെയ്യാം. ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ എയും ക്യാൻസൽ ആവും. അതായത് എനിക്ക് കിട്ടുന്നത് 2D ഈക്വൽ ടു, അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ 15, 65 എത്രടാ? 80. 80 കിട്ടും. എനിക്ക് ഡി ഈക്വൽ ടു എന്ത് കിട്ടി? 40 എന്ന് കിട്ടി. അതായത് ഡി ഗോട്ട് 40 മാർക്സ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ. ഡി എന്ന വ്യക്തിക്ക് എത്ര മാർക്ക് കിട്ടി? എക്സാമിൽ 40 മാർക്ക് കിട്ടി. അപ്പം മനസ്സിലായോ? ആവറേജിൻ്റെ മാർക്കിൻ്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. സോ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ അടുത്തൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ് സർട്ടൈൻ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് അറ്റ് സ്പീഡ് ഓഫ് x km/h, കുറച്ച് ദൂരം x km/h ട്രാവൽ ചെയ്തു. സെയിം ഡിസ്റ്റൻസ് ഈസ് കവേർഡ് അറ്റ് എ സ്പീഡ് ഓഫ് y km/h. ഇതേ ദൂരം തന്നെ y km/h ട്രാവൽ ചെയ്തു. ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ജേർണി. ഈ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
ഇഫ് ഹാഫ് ഓഫ് ദ ജേർണി, അതായത് ഒരു ജേർണി അതിൻ്റെ ഹാഫ് നേരെ പകുതി എന്താണ് 15 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു. അടുത്ത ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടം വരെയുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ, അത് എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്തു, 12 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? 2xy by x plus y. എക്സും വൈ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർട്ടൈൻ ഡിസ്റ്റൻസ് ആദ്യം കവർ ചെയ്ത സ്പീഡ്, പിന്നെ അതേ ഡിസ്റ്റൻസ് രണ്ടാമത് കവർ ചെയ്ത സ്പീഡാണ് വൈ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, 2xy by x plus y. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ പഠിച്ച 2xy by x plus y, അതാണ് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. ഡിസ്റ്റൻസ് സെയിം ആണ്, അതായത് ആദ്യം ഹാഫ് ദൂരം അടുത്ത ഹാഫ് ദൂരം എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ, 2xy by x plus y, അതായത് 2 × 15 × 12 ഡിവൈഡഡ് ബൈ 15 + 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ആൻസർ നമുക്ക് കിട്ടി. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 360/27 അഥവാ 13 and 1/3 എന്താണ്, കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് സ്പീഡ്. അതായത് ആ രണ്ട് ദൂരവും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ദൂരവും ട്രാവൽ ചെയ്ത ആവറേജ് സ്പീഡ് 13 and 1/3 കിലോമീറ്റർ പെർ അവർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഇക്വേഷൻ വെച്ച് വിത്തിൻ സെക്കൻഡ്സ് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അതാണ് അടുത്തൊരു ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നോക്കിക്കേ, if a person or a motor car covers 3 equal distance at the speed of x, y, z. ഇനി 3 ഈക്വൽ സ്പീഡ്, നേരത്തെ കേസിൽ നമ്മൾ 2 ഈക്വൽ സ്പീഡ് അല്ലേ കണ്ടേ, 2 ഈക്വൽ സ്പീഡാണ് കണ്ടേ. ഇവിടെ 3 ഈക്വൽ ഡിസ്റ്റൻസ് എന്താണ്, ഈക്വൽ സ്പീഡ് അല്ല, ഈക്വൽ ഡിസ്റ്റൻസ് ആദ്യം x കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യുന്നു, പിന്നെ y കിലോമീറ്റർ പെർ അവറിൽ, പിന്നെ z കിലോമീറ്റർ പെർ അവറിൽ. ഇങ്ങനെ 3 രീതിയിൽ ട്രാവൽ ചെയ്താൽ ഫോർ ദ എൻറ്റയർ ജേർണി ആവറേജ് സ്പീഡ് ഓഫ് ദ പേഴ്സൺ, ആ പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ മോട്ടോർ കാറിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാടാ, 3xyz by xy plus xz plus yz എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഇക്വേഷനാണ്, 3xyz by xy plus xz plus yz എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒരു പ്രോബ്ലം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. A train covers first 160 kilometer at, അപ്പം മൊത്തത്തിൽ എത്രയാണ്, ആദ്യത്തെ 160 കിലോമീറ്റർ പെർ അവർ 80 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു. അടുത്ത 160 കിലോമീറ്റർ ആദ്യത്തത് 120 കിലോമീറ്റർ പെർ അവർ. അടുത്ത 160 സെയിം ഡിസ്റ്റൻസ് തന്നെ, അടുത്ത 160 കിലോമീറ്റർ 140 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു. അടുത്ത 160 അടുത്തയും സെയിം ഡിസ്റ്റൻസ് എടുത്തിട്ട് അടുത്ത 80 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇത്, വൈ എന്ന് പറഞ്ഞാൽ ഇത്, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് പുട്ട് ചെയ്താൽ പോരെ. അതായത് 3 × 120 × 140 × 80 ഡിവൈഡഡ് ബൈ എന്ത് വരും, എക്സ് വൈ എന്ന് പറഞ്ഞാൽ 120 × 140 പ്ലസ് എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ 120 × 80 പ്ലസ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 140 × 80. ഇങ്ങനെയായിരിക്കും എന്ത് കിട്ടുന്ന നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് സ്പീഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ഒന്നും വേണ്ട, ഈ രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇഫ് എ പേഴ്സൺ കവേഴ്സ് a കിലോമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് x കിലോമീറ്റർ പെർ അവർ, b കിലോമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് y കിലോമീറ്റർ പെർ അവർ, ദെൻ c കിലോമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് z കിലോമീറ്റർ പെർ അവർ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് സെയിം അല്ല. 3 ഇത് പറഞ്ഞാൽ ആദ്യത്തെ a കിലോമീറ്റർ ആണ്, അത് ട്രാവൽ ചെയ്തത് എത്ര സ്പീഡിലാണ്, x കിലോമീറ്റർ പെർ അവറിൽ. രണ്ടാമത്തെ ഒരു b കിലോമീറ്റർ, അത് ട്രാവൽ ചെയ്തത് എത്ര സ്പീഡിൽ, y കിലോമീറ്റർ പെർ അവർ. മൂന്നാമത്തത് c കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ പെർ അവറിലാണ് ട്രാവൽ ചെയ്തത്, z കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ജേർണി. നേരത്തെ കേസ് പോലെ ഈ ഒരു എൻറ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എയും ബിയും സി എന്താ, ഏതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നതാ, 9 കിലോമീറ്റർ ആദ്യം, പിന്നെ 25, പിന്നെ 5. അവിടുത്തെ സ്പീഡ് ഏതൊക്കെയാണ് വരുന്നത്,
സ്പീഡ് വരുന്നത് ആദ്യത്തെ 9 കിലോമീറ്റർ 3 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു, പിന്നെ 25 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു, പിന്നത്തെ ലാസ്റ്റിലത്തെ 30 കിലോമീറ്റർ 10 കിലോമീറ്റർ പെർ അവറിന് ട്രാവൽ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ടുകൊടുത്താൽ മതി. അതായത് A+B+C എന്ന് പറഞ്ഞാൽ 9+25+30 ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞാൽ 9/3+25/5+30/10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതായത് 9+25+30, 9/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. 25/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5. 30/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 3. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64/11 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് സ്പീഡ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അതായത് മൂന്ന് ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണെങ്കിലുള്ള കേസാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. ഇനി അടുത്ത ഇതേപോലെ തന്നെ ഇഫ് എ പേഴ്സൺ ട്രാവൽ ഏത്ത് പാർട്ട്, അതായത് നേരത്തെ നമ്മൾ A കിലോമീറ്റർ B കിലോമീറ്റർ C കിലോമീറ്റർ എന്നാ, ഇവിടെ നോക്കിക്കേ ഏത്ത് പാർട്ട് ഓഫ് ദി ഡിസ്റ്റൻസ് X കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്തു, ബീത്ത് പാർട്ട് സീത്ത് പാർട്ട് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എ പേഴ്സൺ കവേഴ്സ് ഫസ്റ്റ് 1/4 ഓഫ് ദി ഡിസ്റ്റൻസ് 8 കിലോമീറ്റർ പെർ അവർ, നെക്സ്റ്റ് 3/5 അറ്റ് ദ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ പെർ അവർ, റിമൈനിങ് ഡിസ്റ്റൻസ് അറ്റ് 15 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് 1/A/x പ്ലസ് B/y പ്ലസ് C/z. അതായത് ഈ ഒരു ക്വസ്റ്റ്യന് XYZ എന്ത് വരുവാടാ? XYZ നമ്മുടെ സ്പീഡ് തന്നെയാണ്, 8 കിലോമീറ്റർ പെർ അവർ, അടുത്ത ഡിസ്റ്റൻസ് 6, അടുത്തത് 15. പക്ഷേ ഇവിടുത്തെ ABC എന്താണ്? ആദ്യം 1/4, പിന്നെ 3/4, പിന്നെ റിമൈനിങ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ടോട്ടൽ 1 ആണ്, അതിനകത്ത് നിന്ന് ഈ 1/4ഉം 3/5ഉം കൂടെ കൂട്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് കിട്ടും. അതാണ് C എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ സിയുടെ വാല്യൂ എന്ത് കിട്ടൂടാ? 3/20 എന്ന് കിട്ടും. സിയുടെ വാല്യൂ നമുക്ക് 3/20 എന്ന് കിട്ടും. അപ്പോൾ എയും ബിയും സിയും ഉണ്ട്. ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് പുട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എന്ത് വരും? 1/A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ 1/4/x എന്താണ്? x എന്ന് പറഞ്ഞാൽ 8 പ്ലസ് B എന്താണ്? 3/5 y എന്താണ്? y എന്ന് പറഞ്ഞാൽ 6 പ്ലസ് C എന്താണ്? 3/20 ഡിവൈഡഡ് ബൈ Z എന്താണ്? 15. ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് 7.07 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ്. ഈ ഒരു എൻ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് എന്ന് മനസ്സിലാവും. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ കേസിൽ തന്നെ നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചു. ഒന്ന്, 2 ദൂരം സെയിം ഡിസ്റ്റൻസും സ്പീഡ് ഡിഫറെൻറ്റും ആണെങ്കിലുള്ള ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന കേസ്. അതിനുശേഷം ഇപ്പോൾ 3 ഡിസ്റ്റൻസ് സെയിമും 3 സ്പീഡ്, അവിടുത്തെ 3 കിലോമീറ്റേഴ്സിലെ സ്പീഡ് ഡിഫറെൻറ്റും ആണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ A കിലോമീറ്റർ അടുത്ത B കിലോമീറ്റർ C കിലോമീറ്റർ, അതായത് ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് സ്പീഡും ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്തു? അവിടുത്തെ നമ്മൾ പഠിച്ചു. ആൻഡ് പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടത് ഏത്ത് പാർട്ട് ബീത്ത് പാർട്ട് സീത്ത് പാർട്ട്, അതായത് ഓരോ പാർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് സ്പീഡും ആണെങ്കിൽ അവിടുത്തത് നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, സോ ഇനി അടുത്ത നമ്മളൊരു ആവറേജിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും, ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എല്ലാം. പക്ഷെ ഇത്രയും പഠിച്ചത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് ആവറേജിൻ്റെ ഫോർമുല, അഥവാ ശരാശരി. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലേഴ്സ് ഞാൻ പറഞ്ഞു, അത് ഓർത്തിരിക്കുക. അത് വെച്ച് പ്രോബ്ലം നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വെയിറ്റ് ഹൈറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് നമ്മൾ കണ്ടു. മാർക്ക് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ നേരെ കണ്ടത് ഈ ആവറേജ് സ്പീഡ് എന്നൊരു കോൺസെപ്റ്റാണ്. ആവറേജ് സ്പീഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഫോർമുലാസും പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
ഫോർമുലാസ് ബൈ ഹേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം പോലും മിസ്സാവത്തില്ല. ഇനിയും കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്റർ, ഈ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. കീപ് ഇൻ ടച്ച് വിത്ത് ഓൾ ദിസ് കോൺസെപ്റ്റ്, പ്രാക്ടീസ്. സോ ബൈ, ഹാപ്പി ലേണിംഗ്.